പക്കാല പാടാൻ വാ കച്ചേരി കൂടാൻ വാ പക്കാല പാടാൻ വാ കച്ചേരി പാറു തൊടുപ്പോയി വിളിച്ചെന്നെ വിളിയേക്കൂല, അങ്ങനെ ഒരു ഗുണമുണ്ട്. കള്ളിപ്പാറോ ഇടിച്ച് ശരിയാക്കും കേട്ടോ. ഇടിക്കാനാ? എന്തിന്? ചേച്ചി ഇപ്പൊ എന്തിനാ എന്നെ കള്ളിപ്പാറന്ന് വിളിച്ചേ? എന്റെ കൊച്ചെ, ഞാനത് സ്നേഹത്തോടെ വിളിച്ചതാ. എന്നെ അങ്ങനെ വിളിക്കണ്ട. ശരി, സോറി, ഞാൻ ഇനി അങ്ങനെ വിളിക്കില്ല. പ്രശ്നം തീർന്നില്ലേ? എന്റെ പൊന്നേ, അല്ലെങ്കിലും എനിക്കത് കിട്ടണം. കൊച്ചെ, നിന്നെയൊക്കെ സ്നേഹിക്കുന്നുണ്ടല്ലോ, വെറുതെ ആണ്. ആന്റി ഇതുവല്ലതും കാണുന്നുണ്ടോ? ആന്റി, ഞാൻ ഇവിടെ മോളായിട്ടല്ലേ കാണുന്നത്, അല്ലാതെ അനീത്തിനെ പോലെ അല്ലല്ലോ. എന്നിട്ടാണ് ഇവിടെ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. കുഴപ്പമില്ല, ഞാൻ സഹിച്ചോളാം. അയ്യോ, എങ്ങോട്ടാ? മതി മതി മതി, സോപ്പിട്ടതൊക്കെ മതി കേട്ടോ. എന്റെ ചേച്ചിയമ്മ ഞാൻ വിടത്തില്ല. അയ്യോ ചേച്ചിയമ്മ, ഈ സ്നേഹമൊക്കെ ഉണ്ടല്ലോ വെറുതെ കാര്യം കാണാൻ വേണ്ടി മാത്രമാണ്. അതൊന്നും അല്ല. പിന്നെ എനിക്ക് ചേച്ചിയമ്മ ഇഷ്ടമായിരുന്നു. ആളെ കയ്യിലെടുക്കേ, നിന്നെ കഴിഞ്ഞിട്ടേ വേറെ ആളുള്ളടി. ചേട്ടനൊന്നും ചുമ്മാ ഇരിക്കട്ടാ. എന്റെ ചേച്ചിയമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടാ. പിന്നെ ഭയങ്കര ഇഷ്ടാ. நீ அப்படி சொல்லக்கூடாது லெச்சு. அவளுக்கு நீனா ரொம்ப உசுரு. நீ குழிப்பழத்துல போவல, அப்ப எப்பவுமே உன்னை பத்தியே சொல்லிட்டு இருப்பா. കുറ്റമായിരിക്കും. இல்ல லெச்சு, அவளுக்கு நீனா ரொம்ப உசுருதான். പറഞ്ഞു കൊടുക്കാൻ. ലെച്ചൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? സ്നേഹത്തിന്റെ നിറക്കുടവല്ലേ മോനെ സിദ്ധു, മനുഷ്യനെ പൊക്കി പൊക്കി മരത്തിന്റെ കൊമ്പത്ത് കയറ്റല്ലേ. പറഞ്ഞല്ലോ, അത് പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ ഒരു സന്തതി ഉണ്ടായിരുന്നല്ലോ, എവിടെ? അത് കുഴിപ്പളത്ത്. കുഴപ്പമുള്ളതാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇങ്ങോട്ട് എവിടെ? കല്ലൂരെ കൊണ്ടുപോവാ. എടാ, നീ പോയി എടുത്തോണ്ട് വാ. கல்லு வரவே மாட்டா. அங்கே அப்பா அம்மா இருக்காங்கல்ல, அவங்கள ரொம்ப பிடிக்கும் கல்லுக்கு. എന്റെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലല്ലേ. അവർക്കേ സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അവർക്ക് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ഞങ്ങളുടെ ഏരിയ വന്ന് കുഴിപ്പളം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ള എല്ലാ മനുഷ്യർക്കും ഞങ്ങളെ പറ്റി അറിയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാലും അടിക്കൂട്ടൂർ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമപഞ്ചായത്തിലെ ചെറിയൊരു വാർഡാണ് ഞങ്ങളുടെ. പക്ഷെ ആ വാർഡ് ഇന്ന് അറിയപ്പെടുന്നത് ഞങ്ങളുടെ കുടുംബപ്പേരിൽ. അതുപോലെ ആ ചോനറത്തല കായംകുളത്തിന്റെ മാവേലിക്കരയുടെയും കൂടെ ഇടയ്ക്കുള്ള ഒരു കൊച്ചു പ്രദേശമാ. പക്ഷെ ചോനറത്തല എന്ന് പറഞ്ഞ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബം ഓർമ്മ വരുന്നത്. അങ്ങനെയാണെങ്കിൽ പടവലം വീടും ഭയങ്കര ഫേമസ് അല്ലേ? പിറവത്ത് ഏതൊരു കുഞ്ഞിന്റെ അടുത്ത് ചോദിച്ചാലും അപ്പ പടവലം വീട് കാണിച്ചു തരും. ഉറപ്പല്ലേ? അത് മാത്രമല്ല, പണ്ടത്തെ ആൾക്കാരുടെ ഇടയിലാണ് പടവലം വീട് ഭയങ്കര ഫേമസ്. ഞാൻ ആ കാര്യം പറഞ്ഞായിരുന്നു ചേച്ചിയെടുത്ത്. എന്ത്? ഞാൻ ഒരു മാമനെ കണ്ട കാര്യം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എൻ്റെ ഇടയ്ക്ക് വെച്ച്. ഞാൻ നമ്മുടെ കാക്കനാട് ഭാഗത്തോട്ട് ഇടയ്ക്ക് ഒരു ദിവസം പോയായിരുന്നു. അങ്ങനെ പോയ വഴിക്ക് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ മറ്റേ ഹൈവേ ബ്രിഡ്ജ് മറ്റേ കയറി ഇറങ്ങൂല്ലേ, ആ ഇറങ്ങുമ്പോൾ ഒരു മാമ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു എൻ്റെ കൂടെ. പെട്ടെന്ന് മാമൻ കാല് തന്നെ ഒരു പോകും. ഞാൻ ചാടി കയറി പിടിച്ച്, മാമ കുഴപ്പമൊന്നുമില്ലല്ലോ, പിടിച്ച് സേഫ് ആക്കി ഒരു സ്ഥലത്തങ്ങ് നിർത്തി. മാമനെ ഞാനായിട്ട് ഭയങ്കര കമ്പനി. മോനെ, നീ എൻ്റെ ജീവൻ രക്ഷിച്ച്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഓരോ കുടുംബ പേരും വിശേഷവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, മാമന്റെ വീട് എവിടെ? മാമൻ പറഞ്ഞിടേ, എൻ്റെ വീട് ഇവിടെ പിറവത്താണ്. ഞാൻ പറഞ്ഞു, പിറവാണെങ്കിൽ നമ്മുടെ പടവലം വീട് എവിടെയാണ്? പടവലം വീട് എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടമ്പിള്ള ദേഹത്തിന്റെ. ഓ തന്നെ, കുട്ടമ്പിള്ള അപ്പൂപ്പ. ഞാൻ അപ്പൂപ്പന്റെ കൊച്ചുമോൻ. അയ്യോ, കുട്ടമ്പിള്ള അദ്ദേഹത്തിന്റെ കൊച്ചുമോനാണോ എന്നും ചോദിച്ചോണ്ട് എന്റെ അമ്മൂമ്മ മാമനൊരു തുടക്കം അങ്ങ് തുടങ്ങി. എത്ര നേരം സംസാരിച്ചെന്നറിയൂ. അപ്പൂപ്പനെ ഭയങ്കരമായിട്ട് അടുത്തറിയുന്ന ഒരാളാ. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, നീ പടവലം വീട്ടിലെ കൊച്ചുമോനായോണ്ടാണ് നിന്റെ ഈ എളിമ ആ ഒരു സ്വഭാവമൊക്കെ നിനക്ക് എന്നെ കിട്ടിയത്. അപ്പൂപ്പനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ സത്യം പറഞ്ഞ ഇപ്പൊ ആലോചിക്കുമ്പോ സങ്കടം പറഞ്ഞല്ലേ ചേച്ചി. അപ്പൂപ്പ എന്ത് തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. എല്ലാവരോടും സ്നേഹം മാത്രം കാണിക്കുന്ന ഒരു മനുഷ്യൻ. ഇനി അങ്ങനെ ഒരാള് കാണാൻ കിട്ടൂലല്ലേ? അല്ല മോനെ, ആ ചോദിച്ച ആളെ ഈ ചോനറത്തല ഭവാനിയെ കുറിച്ച് വല്ലതും ചോദിച്ചായിരുന്നോ?
ഇല്ല അമ്മൂമ്മ, അപ്പൂപ്പന്റെ കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ. അതുപോലെ അപ്പൂപ്പന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കുഴിപ്പണത്തുള്ള എന്റെ അപ്പൂപ്പനെ കുറിച്ച് എനിക്ക് ഓർമ്മ വന്നത്. മഹാനല്ലേ, മഹാൻ. എന്റെ പൊന്ന് സിധു, നിന്റെ അപ്പൂപ്പന്റെ കാര്യം പിന്നെ പറയാം. അപ്പൂപ്പന്റെ കാര്യം കേട്ടപ്പോഴേ മൂട് പോയി. ഞാൻ പോണു. ഞാനും പോണം. അപ്പൂപ്പനെ അമ്മുമ്മേ, മോനെ അടുപ്പിലൊരു സാധനം വെച്ചിട്ടാ വന്നത്. അതിപ്പോ കരിഞ്ഞു കാണും, ഞാൻ പോയി നോക്കട്ടെ. ആന്റി അപ്പൂപ്പൻ വൻ പൊളിയായിരുന്നു. சிது எனக்கு பெருக்கிறது இருக்குப்பா, நான் போயிட்டு வரேன். പെരി பெருக்கணும், ആ, പോ, പോ, அடிக்கணும். പോ, പോ. ദാ അളിയാ, എന്റെ അപ്പൂപ്പനുണ്ടല്ലോ. എന്റെ പൊന്നളിയ, വേണ്ടത്ര പ്രേക്ഷക ശ്രദ്ധയില്ല. ചുമ്മാ പറഞ്ഞ് തൊണ്ടയിലെ വെള്ളം പറ്റിക്കണ്ട. ഓക്കെ ഓക്കെ അളിയാ, അളിയ, എന്റെ അപ്പൂപ്പന്റെ കാര്യമാണോ? ആ, ആ, പൊക്കോ. ഏ? ശ്ശോ. സത്യം പറഞ്ഞ ഒരു ദിവസം 10 പ്രാവശ്യമെങ്കിലും അപ്പൂപ്പനെ ഓർക്കും. എല്ലാവരും പറയും മരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കുറേ ദിവസം കരയും, പിന്നെ കുറച്ച് ദിവസം ഓർമ്മിക്കും, പിന്നെ വല്ലപ്പോഴും ഓർത്താലായി, ഓർത്തില്ലെങ്കിലായി. ഇതിപ്പോൾ അപ്പൂപ്പനെ ഓർത്ത് ഒരു ദിവസം പോലും ഇല്ല കരയാത്തത്. കരയുക തന്നെ, അല്ല എന്ത് ചെയ്യാനാ. அம்மா, அப்பாக்கு நான் ரொம்ப பிடிக்கும் அம்மா. என்ன பேரெடுத்து கூட கூப்பிட மாட்டாரு. மோளே மோளே அப்படிதான் கூப்பிடுவாரு. யோசிக்கும் போதே ரொம்ப வருத்தமா இருக்கு. இனி அந்த பாசம் எல்லாம் கிடைக்கவே கிடைக்காதுல்ல. ആ എന്ത് വർത്താന ആൻറ്റി? ആൻറ്റി എവിടെയോ ജനിച്ചു, എവിടെയോ വളർന്ന് ദേ ഇപ്പൊ നമ്മുടെ അടുത്ത് എത്തി. ഞങ്ങൾക്കൊക്കെ ആൻറ്റീന് എന്ത് ഇഷ്ടമാണെന്നറിയോ? லெச்சோ, அதெல்லாம் யோசிக்கும் போதே எனக்கு ஒரு கனவு மாதிரி தான் தெரியும். எதனால நான் இங்க இருக்கேன் தெரியாது லெச்சோ. நீங்க எல்லாம் இவ்வளோ நேசிக்கிறது கடவுள் புண்ணியம்தான். എന്തേ, ചായ വേണോ, കാപ്പി വേണോ, വെള്ളം വേണോ? പിന്നെ പിന്നെ സിദ്ധു, ഇന്ന് നോൺ വെജ് ഒന്നുമില്ല കേട്ടോ. ഇന്ന് ഫുൾ വെജ് ആണ്, വെജിറ്റേറിയൻ ഉള്ളി. ഇടയ്ക്ക് വെജിറ്റേറിയൻ മാത്രം നല്ലതല്ലേ, അല്ലേ അമ്മൂമ്മ? ആ അതെ അതെ. എൻ്റെ ഫോണേ അപ്പുറത്തെങ്ങാണ്ടാന്ന് തോന്നുന്നു. ഞാൻ ആ ഉമേഷിനെ ഒന്ന് വിളിക്കട്ടെ. സിദ്ധു, അടുത്ത ആഴ്ച കുറച്ച് നാടൻ കോഴി മേടിച്ചാലോ? ഈ ബ്രോയിലർ കോഴി കഴിച്ചു വെച്ചിട്ടുണ്ടല്ലോ മനുഷ്യൻ மடுத்து. அப்படின்னு ஒண்ணு செய்யலாமா? நான் அந்த நாட்டுக்கோழி வைக்கிறேன். சித்து, நீ சாப்பிட்டுட்டு சொல்லு எப்படி இருக்குன்னு. ஆமா, தேவரன் அம்மா கூப்பிடுறாங்க, போயிட்டு வரேன். ഓട്ടം നോക്കിക്കേ. നമ്മളെന്നൊക്കെ പറഞ്ഞിട്ടല്ലോ ആന്റിക്ക് ജീവനാണ്. എന്ത് മുഖത്തൊരു കടുപ്പം? ലച്ചൂസേ, ഓ എടാ നിന്റെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അപ്പൂപ്പൻ തന്നെ അല്ലേ? അവിടെ ഇരുന്ന് നിങ്ങളുടെ അപ്പൂപ്പന്റെ കഥകൾ പറഞ്ഞപ്പോ ഞാൻ മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് കേട്ടല്ലോ. അവിടെ ഞാൻ എന്റെ അപ്പൂപ്പന്റെ കഥ പറയാൻ വന്നപ്പോഴേക്കും നിനക്ക് പുച്ഛം, അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും. അതെന്തിനായിരുന്നു? അയ്യോ സിധു, ഞാനത് പുച്ഛിച്ചതല്ല. അമ്മൂമ്മ അപ്പൂപ്പന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഇമോഷണലി ഡൗൺ ആയി പോയതാ. സോറി. ഓക്കെ, എന്നാലേ നീ എന്റെ അപ്പൂപ്പന്റെ കഥ ഇപ്പൊ കേൾക്കണം. ഏ അടിക്കോട്ടൂർ മോഹനൻ പിള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് വല്ല വിചാരമുണ്ടോ ലച്ചൂസിന്? ഇല്ല. ഞങ്ങളുടെ നാട്ടിലെ അണീലക്കടവ് പാലം എന്ന് പറഞ്ഞൊരു പാലത്തിന്റെ പണി പൂർത്തിയാകാതിരിക്കുന്ന സമയത്ത് അവിടുത്തെ സ്ഥലം MLA കൊണ്ടുവന്ന് തെറി വിളിച്ച ആളാ. തല MLA കൊണ്ടുവന്ന് തെറി വിളിച്ചെന്നാ? MLA തെറി വിളിച്ചെന്നാ? അല്ല പറഞ്ഞ ഈ MLA ഒക്കെ തെറി വിളിക്കുന്നത് ഭയങ്കര മോശം പിടിച്ച പരിപാടിയല്ലേ? ഈ MLA തെറി വിളിക്കുന്നത് നാട്ടുകാരെ തെറി വിളിക്കുന്നത് തുല്യല്ലേ? അതന്നെ, ഞാൻ വല്ലോടെ ഉണ്ടായിരുന്നെങ്കിൽ MLA തെറി വിളിച്ചാ പേടിച്ചെടുത്ത് കാണാൻ മൊത്തി അടിച്ചേ വേട്ടാളി. അളിയാ കൊടുത്താ? അങ്ങനെ ഒരാളെയാ എവനൊക്കെ 2 കൊടുത്താലേ അവനൊക്കെ നന്നാവുള്ളൂ. എടാ ഇവന്റെ അപ്പൂപ്പനാടാ MLA തെറി വിളിച്ചത്. ഏതോ ഒരു എന്താ കോട്ടൂർ രാമവർമ്മ തമ്പുരാനാ അങ്ങനെ എന്തോ. എന്തോന്ന് ലച്ചു, എന്റെ അപ്പൂപ്പന്റെ പേര് നമ്മൾ മാറ്റി പറയരുത് കേട്ടോ. അയ്യോ പേര് മാറിപ്പോയാ, സോറി. എന്റെ അപ്പൂപ്പന്റെ പേര് മോഹനൻ പിള്ള. മോഹനൻ പിള്ള. നീ ഇപ്പൊ തമ്പുരാന്ന് വിളിച്ച ആളെ കളിയാക്കി എന്തിന്? അയ്യോ കളിയാക്കിയതല്ല,
ഈ തമ്പുരാക്കന്മാരുടെ അത്രയും പവറുള്ള ആർക്കാണല്ലോ MLA ചീത്ത വിളിക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതാ. അല്ലടയാ ഈ അളയന്റെ അപ്പൂപ്പ മറ്റേ MLA തെറി വിളിച്ചിട്ട് ഈ പോലീസുകാരെല്ലാം വിളിച്ചോണ്ട് പോയോ? പോലീസ് അല്ലടാ, പട്ടാളം വന്ന് വിചാരിച്ചാൽ പോലും തൊടാൻ പറ്റത്തില്ല. എന്റെ അപ്പൂപ്പനെ ജനങ്ങളുടെ മനസ്സിൽ രാജാവായിരുന്നടാ, രാജാവ്. ഒരുത്തരും തൊടാൻ പറ്റത്തില്ല. എന്നാ പിന്നെ അവിടെ MLA ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ, നിന്റെ അപ്പൂപ്പൻ മതിയായിരുന്നല്ലോ. ലജുസേ, അതുപോലെ അപ്പൂപ്പന്റെ വേറൊരു നല്ല സ്റ്റോറി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഹായ്, ദേ റീനെ വിളിക്കുന്നത്. ഇപ്പൊ വരാവേ. അല്ല അളയാ, അളയൻ പറയണേ. അതിനെ കേൾക്കാൻ അവള് വേണ്ടേ? അല്ല അളയോ, ശരിക്കും അളയന്റെ അപ്പൂപ്പൻ MLA തെറി വിളിച്ചു? എടാ,